സോ ഗായ്സ് ഇന്ന് നമ്മൾ കണ്ടൊരു ന്യൂസാണ്. വെറുതെ പോയി തെണ്ടലാണ് ദിൽഷ ആർമിയുടെ പണി. എന്നാൽ ആ സംഭവത്തിനൊന്നും ദിൽഷ പ്രതികരിച്ചില്ല. എന്താ സംഭവം ഞാൻ കാണിച്ചത്. ഓക്കെ ബിഗ് ബോസ് മലയാളം സീസൺ 4 താരം ദിൽഷയുടെ ട്രെൻഡിങ് പ്രൊമോഷൻ വീഡിയോയുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ച് ബ്ലോഗർമാർക്കെതിരെ രൂക്ഷ പ്രതികരണവുമായി ദിൽഷ ആർമി നേരത്തെ രംഗത്ത് വന്നിരുന്നു. ആർമിയാണ് ദിൽഷയ്ക്ക് സോഷ്യൽ മീഡിയ രംഗത്ത് പേരുദോഷം ഉണ്ടാക്കുന്ന തന്നെ വിമർശനങ്ങളായിരുന്നു അവരുടെ മറുപടി. ഇതുപോലെ ദിൽഷ ആർമിയുടെ തലയിലില്ലാത്ത ആരോപണം കെട്ടിവെച്ച അവസരങ്ങൾ ഇല്ലാതാക്കാനുള്ള മാമന്മാരുടെ വേല കയ്യിലിരിക്കട്ടെ. ദിൽഷ എന്താണെന്നും ദിൽഷ സപ്പോർട്ടേഴ്സ് എന്താണെന്നും എല്ലാവർക്കും അറിയാം എന്നായിരുന്നു സായ ഉൾപ്പെടെയുള്ള ബ്ലോഗർമാരുടെ ലക്ഷ്യം വെച്ച് ദിൽഷ ആർമി ഇൻസ്റ്റാഗ്രാമിലൂടെ പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ ഇതാ ദിൽഷയ്ക്കെതിരെ അങ്ങേയറ്റം മോശമായി വീഡിയോ ചെയ്യുന്ന ചാനലുകൾക്കെതിരെ പ്രതികരിക്കാത്ത എന്തുകൊണ്ട് ഞങ്ങൾക്കെതിരെ ദിൽഷ ആർമി പ്രതികരിക്കുന്നുവെന്ന ചോദ്യം ഉയർത്തുകയാണ് സീക്രട്ട് ഏജന്റ് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ സായി അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ. സീക്രട്ട് ഏജന്റിൻ്റെ വാക്കുകളിലൂടെ പോകാം. ദിൽഷയുടെ ട്രെൻഡിങ് പ്രൊമോഷൻ വീഡിയോയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളല്ല ഞാൻ പറയാൻ പോകുന്നത്. അതിനെ തുടർന്ന് ഇവിടെ കുറേ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ വിഷയം സ്ഥിരമായി ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് ബാക്കിയുള്ള യൂട്യൂബ് ചാനലുകൾ പരിശോധിച്ച കാര്യം മനസ്സിലാവും. ദിൽഷ ആർമി എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് ആളുകൾ പ്രൊമോഷൻ വിഷയത്തിൽ പ്രതികരിച്ച ആളുകൾക്കെതിരെ സ്റ്റോറീസ് ഇട്ടും കുറിപ്പുകളും ഇട്ടൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്. ചുമ്മാ ഒരാവശ്യമില്ലാതെ ആളുകളെ വെറുതെ പോയി തോണ്ടലാണ് ഈ ആർമിയുടെ പണി. ഇവരെ ഞാനിനി ദിൽഷ ആർമി എന്നൊന്നും പറയുകയില്ല. ദിൽഷ ആർമിയല്ല, റോബിൻ ആർമിയല്ല, ബ്ലെസ്ലി ആർമിയല്ല, UFOs എന്നാണ് വിളിക്കുന്നത്. അതായത് അൺഐഡൻറ്റിഫൈ ഒബ്ജക്റ്റുകൾ. സോ ഇവരൊക്കെ മുഖാമുഖമോ ശബ്ദമോ ഐഡൻറ്റിറ്റി ഒന്നും ഇല്ലാത്തവരാണ്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ 10 സ്റ്റോറി ഇട്ട് പോകും. വീണ്ടും എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ വീണ്ടും വന്ന് ചൊല്ലും. ഡോക്ടർ ക്രോമിൻ്റെ ഒരു വെട്ടുക്കുള്ളി അറ്റാക്ക് ഉണ്ടായ സമയത്ത് ഞാൻ അനുഭവിച്ച കാരണമാണ് വീഡിയോയിൽ വന്ന് പറഞ്ഞിട്ടുള്ളത്. അതേ രീതിയിലുള്ള അറ്റാക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ദിൽഷയെക്കുറിച്ച് പോസിറ്റീവ് പറയുകയാണെങ്കിൽ ഈ സംഗതിയില്ല. എന്തോ നെഗറ്റീവ് എടുത്ത് കാണിച്ചാലാണ് ഈ കാര്യം നടക്കുന്നതെന്നും സായി പറയുന്നു. ദിൽഷയുടെ പ്രൊമോഷൻ വീഡിയോയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തീർന്നു കിടക്കുന്ന സമയത്താണ് ദിൽഷയുടെ കുറേ ട്രോളുകൾ വരുന്നത്. ട്രോൾ പേജുകളെ പോയി ചോറിനാൽ അവർ വെറുതെ ഇരിക്കില്ല, അവർ അടുത്ത ട്രോളുമായി വരും. അങ്ങനെ ദിൽഷയ്ക്ക് നിങ്ങളെ വാങ്ങിച്ചു കൊടുക്കുന്ന ട്രോളുകളാണ് ഇതെന്ന് എനിക്ക് സംശയമുണ്ട്. ഇതിനിടയിലൊന്നും ദിൽഷ UFOs അല്ല, അല്ലെങ്കിൽ അവരെ കാണില്ല. ദിൽഷയുടെ മേക്കപ്പ് വീഡിയോയുമായി ബന്ധപ്പെട്ട് കുറേ ട്രോളുകൾ വന്നിരുന്നു. മേക്കപ്പ് ഇടുന്ന അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. ഈ വീഡിയോയ്ക്ക് അടിയിലെല്ലാം ദിൽഷയ്ക്കെതിരെ കമൻറ്റുകൾ വന്നിരുന്നു. ഇതിനിടയിലും ഞാൻ ദിൽഷ ആർമിയെ കാണുകയും അവരെ തെറ്റുതിരുത്താൻ ക്കുന്നതോ കണ്ടിട്ടില്ല. ഇത്തരം നെഗറ്റീവ് കമൻറ്റുകൾ റിപ്ലൈ കൊടുക്കുകയാണ് വേണ്ടത്. അതിന് പകരം ശബ്ദവും മുഖവുമുള്ള ഞങ്ങളോട് പ്രതികരിച്ചിട്ട് നിങ്ങളും ഒരു പ്രൊമോഷനാണ് ഉദ്ദേശിക്കുന്നതെന്നും സായി ചോദിക്കുന്നു. സോ ദിൽഷയ്ക്കെതിരെ വരുന്ന കാര്യങ്ങളോട് പ്രതികരിക്കുകയാണ് ഞങ്ങളുടെ അജണ്ടയെങ്കിൽ പ്രോപ്പറായിട്ട് അതിനോട് പ്രതികരിക്കുകയാണ് വേണ്ടത്. ഇത്തരം കാര്യങ്ങൾ എന്നെ സംബന്ധിച്ച് മോശം കണ്ടന്റ്. ഒരാൾ മേക്കപ്പ് ഇടണോ വേണ്ടേ എന്നുള്ളത് അയാളുടെ വ്യക്തിപരമായ കാര്യമാണ്. മേക്കപ്പ് ഉപയോഗിക്കാതിരിക്കാം. അതിൽ കൈ കാട്ടി മോശം വീഡിയോ ചെയ്യുന്നവരോട് വേണം പ്രതികരിക്കാൻ എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. സോ വേറെ ഒന്നല്ല ഗൈസ്, ദിൽഷ ആർമി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേര് നടക്കുന്നുണ്ട്. അവരാണെങ്കിൽ ഈ മറ്റേ ഫേസ് വാലുള്ള യൂട്യൂബേഴ്സിനെ പോയി ചൊറിയും. കുറച്ച് എണ്ണ ഉണ്ട്, കുറച്ച് മറ്റേ ഫേസ് വാലൊന്നും ഇല്ലാതെ വീഡിയോസൊക്കെ ഇട്ട് ഇല്ലാത്തതൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഒരു ആർമിക്കാരെന്താട്ടും, ആർമിക്കാരെന്നാൽ ദിൽഷ ആർമി എന്നല്ല കേട്ടോ, ഇത് ആർമി എന്നല്ല, അത് വേറെ എന്തോ ഒരു പേരും പറഞ്ഞ് നടക്കണ കുറച്ച് എണ്ണ. അവന്മാരെന്താട്ടും ഇവന്മാരെ പോയി ചൊറിയും. അതായത് ഈ സായി സീക്രട്ട് ഏജന്റ് പോലത്തെ യൂട്യൂബർമാരുണ്ടല്ലോ. സോ ഫേസ് ഫെയറുള്ള യൂട്യൂബർമാരെ പോയി ചൊറിയും. ബാക്കി ചൊറിയുക, എന്നിട്ട് അവർ ഇൻസ്റ്റാഗ്രാമിൽ 10 സ്റ്റോറി ഇടും. ഇത് ഒറിജിനൽ ആർമിക്കാർ കണ്ട് അവരും ഈ സ്റ്റോറി ഏറ്റെടുക്കും. സോ ഇങ്ങനെയാണ് ഇതുണ്ടാകുന്നത്. ഇതിൽ ഈ ഒറിജിനൽ ആർമിക്കാരോട് പറയാനുള്ളത് ഫേക്ക് ആർമിക്കാരെ വിശ്വസിക്കാതിരിക്കുക, എന്നെ വിശ്വസിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം കാണാം. ബൈ.